കാവ്യയുടെ ഇത്രയും കാലത്തെ ഈ സിനിമാ ജീവിതത്തിനിടയിൽ അച്ഛനും അമ്മയും കാവ്യയോട് പറയുകയാണ്, മോളെ പ്രശസ്തിയും ഈ പണവും ഒന്നുമല്ല വലുത്, അതിലൊക്കെ വലുത് നമ്മുടെ സന്തോഷവും കുടുംബവുമാണ്. അങ്ങനെ പറഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് തുടക്കം തൊട്ടേ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഇപ്പോഴും എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ സിനിമയിലേക്ക് നായികയായിട്ട് വരാൻ എൻ്റെ അമ്മയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്നും അമ്മയ്ക്ക് ഏറ്റവും പ്രധാനം എന്നെ ഡിഗ്രി പൂർത്തിയാക്കിയിട്ട് എന്നെ കല്യാണം കഴിപ്പിച്ചിട്ട് അയക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിയില്ല എന്നുള്ളൊരു വിശ്വാസം അമ്മയ്ക്ക് എവിടേക്കോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുപ്പം തൊട്ടേ എന്താ പറയാ, വീട്ടിലാണെങ്കിലും എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് സത്യം തന്നെയല്ലേ, സമാധാനം സന്തോഷം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യം. പക്ഷെ എന്നാലും പൈസ ഇല്ലെങ്കിലും സമാധാനം പോവുകയും ചെയ്യും, അതൊരു സത്യം തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ സിനിമയിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങൾ എന്താണ്? അങ്ങനെയില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മളെപ്പോഴും നമ്മളായിട്ട് തന്നെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ ഈ തിരക്കുകൾ കൂടുന്നു, നമുക്ക് കൂടുതൽ പൈസ വരുന്നു, നമ്മൾക്ക് ഫോൺ കോൾസ് കൂടുതൽ വരുന്നു. നമ്മളെപ്പോഴും നമ്മുടെ ഒരു ദിവസം തന്നെ നമ്മൾ ഓരോ മണിക്കൂർ വെച്ചിട്ട് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ ഇന്ന ഇന്റർവ്യൂ അങ്ങനെ മാറുമ്പോൾ നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമ്മൾ മാറിപ്പോകുന്നിടത്താണ് കുഴപ്പങ്ങൾ സംഭവിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് തന്നെയാണ്. ഇപ്പൊ അച്ഛനും അമ്മയും ഇല്ലാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയാനുള്ളത്. അതിപ്പോ അമ്മ മാത്രം കൂടെ വന്നാലും അച്ഛൻ മാത്രം കൂടെ വന്നാലും എനിക്ക് പറ്റില്ല. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം. അതൊരു മെയിൻ സപ്പോർട്ട് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല, ഇതൊന്നും ഇല്ലാണ്ടും ഉയരത്തിലെത്തിയിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു മെയിൻ സപ്പോർട്ട് തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ വിശ്വാസം ഞാൻ മാറിയിട്ടില്ല. ഞാൻ ഇപ്പോഴും എന്റെ നീലേശ്വരത്തൊക്കെ കളിച്ചു നടന്നിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ മനസ്സ് തന്നെയാണ് എനിക്ക് ഇപ്പോഴും എന്നാണ് എന്റെ വിശ്വാസം. കാവ്യക്ക് കൂടെ ഇണങ്ങുന്ന സാഹചര്യത്തിൽ മാത്രം ഇത്രയും നാൾ നിന്നതിനിടയിൽ എപ്പോഴെങ്കിലും ഈ പറഞ്ഞതുപോലെ ഇതിൽ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് പിന്നെ നാച്ചുറലായിട്ട് നമുക്ക് തോന്നുന്ന കാര്യം. നമ്മൾ ഏത് ഫീൽഡിലാണ് പോകണമെങ്കിൽ നമുക്ക് ഒരു നിമിഷം ഒക്കെ ചിലപ്പോൾ നമുക്ക് ഇപ്പൊ ഉറക്കമൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു കാര്യം ഉറക്കം തന്നെയാണ്. ചിലപ്പോൾ അതുപോലും ഇല്ലാതെ ജോലി ചെയ്യുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പം നമ്മുടെ ഇഷ്ടത്തിന് ഒരു വില പോലും ഒട്ടും വയ്യാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്തും ക്ലൈമാക്സ് ഷൂട്ടിനൊക്കെ വേണ്ടി പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊക്കെ എന്റെ പ്രായം ചെറിയ പ്രായത്തിലെ ഞാൻ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ എന്റെ കുഞ്ഞു പ്രായത്തിൽ തന്നെയാണ് ഞാൻ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തത്. അപ്പോഴൊക്കെ ചിലപ്പോ അമ്മ എൻ്റെ അടുത്തൊക്കെ പറയുമായിരുന്നു, എനിക്ക് ഒന്നും എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ എത്ര കൂളായിട്ട് അവര് ഒരു ടെൻഷനും ഇല്ല. അവർക്ക് സ്കൂളിൽ പോവുക അല്ലെങ്കിൽ കോളേജിൽ പോവുക, തിരിച്ചു വരിക. ചിലപ്പോ ആ ഒരു സമയത്തൊക്കെ ആ പ്രായത്തിന്റെ ഒരു ഇതിലൊക്കെ ചിലപ്പോ തോന്നിയിട്ടുണ്ട്. അന്നേരമൊന്നും ഞാൻ ഒട്ടും സീരിയസ് ആയിരുന്നില്ല എന്റെ ജോലിയിൽ. ഇപ്പോഴൊക്കെ ഞാൻ കുറച്ചും കൂടി ഇതൊരു എന്റെ ഒരു പ്രൊഫഷൻ ആണെന്ന് ചിന്തിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ അങ്ങനെ തോന്നുന്നില്ല. സിനിമയില് ഇപ്പൊ കാവ്യക്ക് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു വിവേചനം നിലനിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ തുല്യ പരിഗണന കിട്ടിയിട്ടുണ്ടോ? അതിപ്പോ സിനിമയിലെന്നല്ല, നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് തന്നെ അങ്ങനെയല്ലേ. സ്ത്രീകൾക്ക് എപ്പോഴും പുരുഷന്റെ ഒപ്പത്തിന് സ്ത്രീ അങ്ങനെ നിർത്താറില്ലല്ലോ. ഇപ്പൊ വീട്ടിലാണെങ്കിൽ അങ്ങനെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും നിൽക്കാൻ കഴിയും. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പുരുഷന്റെ ജീവിതത്തില് സിനിമയിൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പുരുഷന്റെ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ വേണം എന്നൊന്നും ഞാൻ പറയാറൊന്നുമില്ല. അത്രയും ഇല്ലെങ്കിലും ഒരു പടി താഴെ വരെയെങ്കിലും ഉള്ള ഇമ്പോർട്ടൻസ് നമുക്ക് തരാമല്ലോ. അതുപോലും തരുന്നില്ല. ഇപ്പോഴത്തെ ഏത് സിനിമ നോക്കുകയാണെങ്കിലും ഒന്നും ചെയ്യാനില്ലാത്ത ക്യാരക്ടേഴ്സാണ് ഹീറോയിൻസിന് വേണ്ടി. അല്ല, അത് സ്ത്രീകളോടുള്ള പൊതുവായ ഒരു വിവേചനമാണോ അതോ മര്യാദക്കാരിയായ കാവ്യമാധവനെ കബളിപ്പിക്കാമെന്ന് കരുതിയിട്ടാണോ? കബളിപ്പിക്കാന്ന് കരുതിയിട്ടാവില്ല. എനിക്ക് തോന്നുന്നു ബിസിനസ് ഒക്കെ നടക്കുന്നത് ഇപ്പൊ ഹീറോസിനെ ബേസ് ചെയ്തിട്ടല്ലേ ബിസിനസ് ഒക്കെ നടക്കുന്നത്. ഇപ്പൊ കാവ്യമാധവൻ ആ സിനിമയിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബിസിനസ് നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ്, സുരേഷ് ഗോപി അവരുടെയൊക്കെ പേരിലാണ് ബിസിനസ് നടക്കുന്നത്. ചിലപ്പോ അങ്ങനെ ആയിരിക്കാം, അത്രേ ഉള്ളൂ. ഇപ്പൊ സദാനന്ദന്റെ സമയം പോലുള്ള സിനിമകളിലൊക്കെ ഹീറോന്റെ അത്രയും ഇമ്പോർട്ടൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കാം, അല്ലാതെ കാവ്യയെ കബളിപ്പിക്കാം എന്നുള്ള രീതിക്കാവില്ല. അല്ല, എങ്കിലും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ കാവ്യക്ക് ഒരു അവകാശമില്ലേ? അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ?
അതുണ്ട്. ഞാൻ പറയട്ടെ, സിനിമയെ അല്ലാതെയുള്ള ബാക്കി ഏത് ഫീൽഡിലാണെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ ഒരുപാട് പേരുണ്ട്. കുടുംബത്തിലെ സ്ത്രീക്ക് പുരുഷന്റെ ഒപ്പം തന്നെ തുല്യത വേണം. ഏത് ഫീൽഡിലാണെങ്കിലും എന്തിന് സ്ത്രീ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നു? ഓ, നീ ഒരു പെണ്ണായി പോയില്ലേ എന്ന് എന്നോട് ചോദിച്ചു എന്നുള്ളതൊക്കെ വളരെ പുച്ഛിച്ച പോലെയൊക്കെ പറയുന്ന സ്ത്രീകളുണ്ട്. പക്ഷെ സിനിമയിൽ അങ്ങനെ വാദിക്കാനോ അതിനു വേണ്ടി സമരം ചെയ്യാനോ ഒന്നും ആരുമില്ല. ഇപ്പൊ ഇവിടെ ഉള്ള ഹീറോയിൻസ് ആണെങ്കിൽ അവരൊക്കെ ഓരോ ഭാഷയിൽ പോവുകയും ചെയ്തു. ഞാൻ ഒറ്റയ്ക്ക് സമരം ചെയ്തിട്ട് ഒന്നും നടക്കാൻ പോണില്ല. നമ്മളുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് പോവാന്ന് മാത്രമേ ഉള്ളൂ. നായരുടെ കാര്യം കാവ്യ പറഞ്ഞു. നായകരെ മാറ്റി നിർത്തിയാല് അന്യഭാഷകളിൽ നിന്ന് ഇവിടെ വന്ന് അഭിനയിക്കുന്ന നടികളുണ്ടല്ലോ, അവർക്ക് കൃത്യമായിട്ടുള്ള പ്രതിഫലമൊക്കെ കിട്ടുന്നില്ല. തീർച്ചയായിട്ടും ഉണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത്? അതെന്തുകൊണ്ടാണ് കിട്ടാത്തതെന്നുള്ളത് വളരെ ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് പക്ഷെ ഞാനല്ല ഉത്തരം പറയേണ്ടത്. അത് നമുക്ക് തന്നെ ചിലപ്പം വിഷമം തോന്നിയിട്ടുണ്ട്. അവര് ചിലപ്പോൾ ഇവിടെയുള്ള ഒരാൾക്ക് പോലും, പ്രേക്ഷകരുടെ ഭാഗത്തെന്ന് പറയുകയാണെങ്കിൽ ഒരാൾക്ക് പോലും അറിയണം എന്നില്ല. ചിലപ്പോൾ അവർ ഹിന്ദിയിലോ തമിഴിലൊക്കെയുള്ള നല്ല ഹിറ്റ് സിനിമകളിലൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരിനിയിപ്പോൾ എത്ര ലക്ഷം രൂപ ചോദിച്ചാലും അവർക്ക് കൊടുക്കാനും തയ്യാറാണ്. അവരുടെ കൂടെ ചിലപ്പോൾ 5 or 6 അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ഇവർക്കൊരു പ്രോബ്ലം ഇല്ല. അവർ ചിലപ്പോൾ 5 star ഹോട്ടലിലേക്ക് ആയിരിക്കും താമസിക്കുക, അത് ഇവർക്ക് പ്രോബ്ലം ഇല്ല. അവർ ചിലപ്പോൾ അവർക്ക് തോന്നിയ സമയത്തൊക്കെ ആയിരിക്കും ലൊക്കേഷനിൽ വരിക, അവർക്ക് തോന്നിയ സമയത്ത് തിരിച്ചു പോകേണ്ടി വരും. അപ്പോഴേക്ക് അവർക്കുള്ള വില കൂട്ടി കൂട്ടി കൊടുക്കുക ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കറക്റ്റ് സമയത്ത് ചെല്ലുമ്പോഴും അവര് പൊയ്ക്കോന്ന് പറയുമ്പോ പോകുന്നതുമാണ് ഏറ്റവും വലിയ തെറ്റെന്ന് തോന്നുന്നു. ചിലപ്പോ അങ്ങനെ നമ്മൾ ആദ്യം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇത്തിരിയൊക്കെ വില തന്നേനെ. ഇപ്പോ ഈ പല നടന്മാരും നടിമാരും ഒക്കെ ഈ സെറ്റിൽ വരെ നമ്മൾ പറയൂല്ലോ ജാട കാണിക്കാന്ന് പറയില്ല, അങ്ങനെ കാണിക്കുന്നവർക്കാണ് കൂടുതൽ വില കിട്ടുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? വില കിട്ടുന്നത് തീർച്ചയായിട്ടും വില കിട്ടുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഒരു ഭാഗത്ത് വില കൊടുത്തിട്ട് മറ്റേ ഭാഗത്ത് നിന്ന് കുറ്റം പറയുന്നത് നമ്മൾ തന്നെ കേൾക്കാറുണ്ട്. അതൊരു പരിധിവരെ ശരി തന്നെയാണ്. നമ്മൾ കൂടുതൽ സ്ട്രിക്റ്റ് ആവുമ്പോൾ നമുക്ക് ഈ കിട്ടാത്ത സാധനങ്ങൾക്കല്ലേ വിലയുണ്ടാവും എപ്പോഴും. അങ്ങനെ പറയുന്നത് പോലെ തന്നെ അന്നേരം കുറച്ചൊരു അയ്യോ ആ കുട്ടി അത്ര മണിക്കൊന്നും 8 മണിക്കൊന്നും ആ കുട്ടിക്ക് വരാൻ പറ്റില്ല കേട്ടോ, ആ കുട്ടി ഒരു 10 മണിക്ക് ആവും എന്ന് പറയും. അപ്പൊ കാവ്യനോടൊരു 7 മണിക്കാകുമ്പോ വിത്ത് മേക്കപ്പ് വരാൻ പറ. അത് എന്താണ് അതിലുള്ളൊരു വ്യത്യാസം എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് സത്യം തന്നെയാണ്. അത് എന്താണെന്നുള്ളത് ഞാനും ചിന്തിക്കാത്തൊരു കാര്യം തന്നെയാണ്. കാവ്യ ഈ 10-60 സിനിമകളിൽ അഭിനയിച്ചിട്ട് ഒരുപാട് പൈസ, ഈ പറഞ്ഞുറപ്പിച്ച പൈസ തന്നെ കാവ്യക്ക് കിട്ടാനുണ്ടോ? പറഞ്ഞുറപ്പിച്ച പൈസ തന്നെ കിട്ടാനുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് കിട്ടാൻ. എന്താ അത് ചോദിച്ചു വാങ്ങാത്തത്? ചോദിച്ചിട്ട് വാങ്ങാത്തെന്ന് വെച്ചാ, ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും അങ്ങനെ ഒരു പിടിച്ചു വാങ്ങുക അങ്ങനത്തെ ഒന്നൊരു സ്ട്രിക്റ്റ് അല്ല. എൻ്റെ അച്ഛനായാലും എൻ്റെ അമ്മയായാലും ചിലപ്പോൾ പ്രൊഡ്യൂസർ വന്നിട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ടൊക്കെ പറയുമ്പോൾ എൻ്റെ അച്ഛൻ പറയും അയ്യോ കണ്ണ് നിറഞ്ഞിട്ടുള്ള പൈസ നമുക്ക് വേണ്ട അതൊക്കെ പറയും. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല, നമുക്ക് ദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതുവരെ. പക്ഷെ എനിക്ക് തോന്നണില്ല എന്നാലും ഇത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായാലും എൻ്റെ വീട്ടിൽ ആരെങ്കിലും, ഞാനായാലും എൻ്റെ അച്ഛനായാലും എൻ്റെ അമ്മയായാലും എൻ്റെ ചേട്ടനായാലും ഇതുവരെ ഞങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇപ്പോഴും ആൾക്കാർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനൊരു കുറവുണ്ടായിട്ടില്ല.